Good morning, everyone. Now we are going to the topic cascading style sheet. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു HTML ഫ്രെയിം സെറ്റ് പറഞ്ഞപ്പോൾ ഏകദേശം HTMLൻ്റെ പാർട്ട് തീർന്നു. ഇനി നമ്മൾ HTMLനെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ള പാർട്ടും കൂടെ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിലുള്ളത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. CSS എന്ന് പറയുന്നത് ചോദിക്കാറുള്ള പാർട്ട് തന്നെയാണ്. ചോദിക്കാറ് മാത്രമല്ല, നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈനർ ആവുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റൈൽ ഷീറ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. സോ നമുക്ക് എന്താണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളത് നോക്കാം. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ഈസ് എ സ്റ്റൈൽ ലാംഗ്വേജ്. ഒരു സ്റ്റൈൽ ലാംഗ്വേജ് എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഡിഫൈൻ ലേഔട്ട് ഓഫ് HTML ഡോക്യുമെൻറ്റ്. അത് എന്താ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ലേഔട്ടിനെയാണ്. ഫോർ എക്സാമ്പിൾ, CSS കവേഴ്സ് ഫോണ്ട്, കളർ, മാർജിൻ, ലൈൻസ്, then height, width, background images, advanced positions and many other things. അതായത് ഒരു CSSൻ്റെ ഒരു HTMLൻ്റെ കുറേ ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ, അതിനെയൊക്കെ കവർ ചെയ്യും ആര്? ഈ CSS എന്ന് പറയുന്നത്. നമ്മൾ HTML സ്റ്റൈലിഷ് ആക്കി എങ്ങനെ? HTML സ്റ്റൈലിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ എച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ P എന്ന് പറയുന്ന ഒരു ടാഗ്, P എന്ന് വെച്ചാൽ പാരഗ്രാഫ് ടാഗ്. ഈ പാരഗ്രാഫ് ടാഗിന് നമുക്ക് എന്താണ് സെൻറ്ററൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ കൊടുക്കണം. അതിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കണം. ഇങ്ങനെ ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ് അതിനെ സ്റ്റൈലിഷ് ആക്കാറുള്ളത്. എന്നാൽ നമുക്ക് CSS ഉണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്താണ് ആ ആട്രിബ്യൂട്ട് എടുത്തിട്ട് നമുക്ക് CSS വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്കതിനെ സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. ദെൻ HTML ക്യാൻ ബി യൂസ്ഡ് ടു ആഡ് ലേഔട്ട് ടു വെബ്സൈറ്റ്. നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റ് ലേഔട്ട് HTML കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ബട്ട് CSS offers more options and is more accurate and sophisticated. CSS എന്താണ് ഓഫർ ചെയ്യുന്നത്? മോർ ഓപ്ഷൻസ്. HTML തന്നെ നമുക്ക് എന്താണ് ലേഔട്ട്, വെബ്സൈറ്റിന് ലേഔട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണ് CSS യൂസ് ചെയ്യുമ്പോൾ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളതും അക്യുറേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ ഓപ്ഷൻസ് നമുക്കതിൽ കിട്ടുന്നുണ്ട്. CSS സപ്പോർട്ടഡ് ബൈ ഓൾ ബ്രൗസേഴ്സ് ടുഡേ. CSS എന്ന് പറയുന്നത് എല്ലാ ബ്രൗസേഴ്സിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സിംഗിളായിട്ടൊരു ബ്രൗസറിലൊന്നല്ല, എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് CSS എന്ന് പറയുന്നത്. ദെൻ CSS വാസ് ഇൻവെൻറ്റഡ് ബൈ ഹാക്കൺ വ്യൂ ലീ ഓൺ October 10. ഹാക്കൺ വ്യൂ ലീ എന്ന് പറയുന്ന ഒരാൾ, അയാൾ October 10, 1994, അധികമൊന്നും പഴയതല്ല CSS എന്ന് പറയുന്നത്. HTML തന്നെ ഒരുപാട് പഴയതല്ല. എന്നാലും എന്താണ് CSS എന്ന് പറയുന്നത് 1994 ഹാക്കൺ വ്യൂ എന്ന് പറയുന്ന ആൾ ക്രിയേറ്റ് ചെയ്തത്. ദെൻ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ W3C ഞാൻ മുമ്പൊന്ന് പറഞ്ഞിട്ടുണ്ടാവും. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. അതായത് അതായത് 3 Wനെയാണ് W3 എന്ന് പറയുന്നത്. അത് WWW എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യമാണ് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ആ ഗ്രൂപ്പിന്, ആ ഫസ്റ്റ് CSS ഇറക്കിയിട്ടുള്ള ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് CSS1 എന്ന് പറയും. വാസ് കെയിം ഔട്ട് W3C ആസ് റെക്കമെൻഡഡ് ഇൻ ഡിസംബർ. അതായത് ഫസ്റ്റത്തെ ആ ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്തത് ഹാക്കൺ വ്യൂ ലീ ആണ് October 10, 1994. ദെൻ W3C അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളതാണ് CSS1 എന്ന് പറയുന്നത്. അത് W3C അതിനെ കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ December 1996. ദിസ് വേർഷൻ ഡിസ്ക്രൈബ്ഡ് ദ CSS ലാംഗ്വേജ് ആസ് വെൽ ആസ് സിമ്പിൾ വിഷ്വൽ ഫോർമാറ്റിംഗ്. ആ ഒരു ഫസ്റ്റ് CSS1 എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ് സിമ്പിളായിട്ടൊരു വിഷ്വൽ ഫോർമാറ്റിംഗ് മോഡൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. HTML ടാഗ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു വിഷ്വൽ ഫോർമാറ്റിംഗ് മാത്രം. അതിൽ അത്രയേ ഉള്ളൂ അന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇറക്കുമ്പോൾ എന്തായാലും കുറേ ഓപ്ഷൻസ് കുറവായിരിക്കും. ഫസ്റ്റത്തെ അവരുടെ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അതിൽ CSS1 എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള വിഷ്വൽ ഫോർമാറ്റിംഗ് മോഡൽ മാത്രമേ ഉള്ളൂ അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്ന HTML ടാഗിൽ.
ദെൻ അതിനുശേഷം എന്താണ് CSS2 വാസ് ബിക്കം W3C തന്നെയാണ് റെക്കമെൻഡേഷൻ. അതിൽ W3C റെക്കമെൻഡ് ചെയ്തിട്ടുള്ള CSS2 ഇറങ്ങി. അത് എന്താ വെച്ചാൽ മെയ് 1992 1998 മെയ് 1998 ഇറങ്ങിയിട്ടുള്ളത്. അത് ഏകദേശം എന്താണ് CSS1-നേക്കാളും അത് വെച്ചിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്തത്. അതിനേക്കാളും മോർ ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ആ വേർഷനിൽ ഇറക്കിയുള്ള CSS2-ൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മീഡിയ സ്പെസിഫിക് സ്റ്റൈൽ ഷീറ്റ് ആയിരുന്നു. അത് എന്താണ് ഫോർ മീഡിയ സ്പെസിഫിക് സ്റ്റൈൽ ഷീറ്റായിരുന്നു. മറ്റേത് വെറും വിഷ്വൽ ഫോർമാറ്റിംഗ് ഉള്ളൂ. ഇതിൽ മീഡിയ സ്പെസിഫിക് സ്റ്റൈൽ ഷീറ്റായിരുന്നു വന്നിരുന്നത്. ദെൻ അതിന് ശേഷം ഇറങ്ങിയിട്ടുള്ളതാണ് CSS3 എന്ന് പറയുന്നത്. വാസ് ബിക്കം W3C റെക്കമെൻഡേഷൻ തന്നെയാണ് ഇൻ ജൂൺ 1999 ഇറങ്ങിയിട്ടുള്ളതാണ് CSS3 എന്ന് പറയുന്നത്. അത് ഓൾഡ് വേർഷൻ CSS വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇറ്റ് ഹാസ് ഡിവൈഡഡ് ഇൻ ടു ഡോക്യുമെൻറ്റേഷൻ ഈസ് കോൾഡ് മോഡുലാർ ആൻഡ് മൊഡ്യൂൾസ്. മോഡുലാർ അല്ല, അതിലെന്ത് ചെയ്തു ഡോക്യുമെൻറ്റേഷനൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചു. അതിൻ്റെ മൊഡ്യൂൾസ് എന്ന് വെച്ച് പറയുന്നത്, അതായത് ഓരോ മൊഡ്യൂളായിട്ട് ഡോക്യുമെൻറ്റേഷനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൽ അപ്ലൈ ചെയ്തിരുന്നത്. ഹിയർ ഈച്ച് മൊഡ്യൂൾ ഹാവിങ് ന്യൂ എക്സ്റ്റൻഷൻ ഫീച്ചേഴ്സ് ഡിഫൈൻഡ് ഇൻ CSS2. CSS2 വെച്ച് തന്നെ എന്ത് ചെയ്തു അതിൽ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്ത് കണ്ടാണ് അവർ CSS3 ഇതിനെ ഇറക്കി കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഇനി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ CSS ആൻഡ് HTML, HTMLൻ്റെയും CSSൻ്റെയും മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത് ഇസ് ദാറ്റ് HTML ഈസ് യൂസ്ഡ് ടു സ്ട്രക്ചർ കണ്ടൻറ്റ്. HTML എന്താണ് ഉപയോഗിക്കുന്നത്? സ്ട്രക്ചർ കണ്ടൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് CSS ഈസ് യൂസ്ഡ് ടു ഫോർമാറ്റിംഗ് സ്ട്രക്ചർ കണ്ടൻറ്റ്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കും, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ CSS ആൻഡ് HTML എന്താണത്? HTML എന്ന് പറയുന്നത് എന്താണ്? ഓൺലി യൂസ്ഡ് സ്ട്രക്ചർ കണ്ടൻറ്റ്, ബട്ട് CSS ഈസ് യൂസ്ഡ് ഫോർ ഫോർമാറ്റിംഗ് സ്ട്രക്ചർ കണ്ടൻറ്റ്. ഇനി അതിൻ്റെ CSSൻ്റെ മെയിൻ ബെനിഫിറ്റുകളാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തത് CSS സേവ് ടൈം. അത്രയും പഠിച്ചാൽ മതി. CSSൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ CSS എന്ത് ചെയ്യുന്നത്? സേവ് ടൈം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമല്ല പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ CSS എന്ത് ചെയ്യുന്നത്? സേവ് ടൈംസ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. യു ക്യാൻ റൈറ്റ് CSS വൺസ് ആൻഡ് ദെൻ റീയൂസ് സെയിം ഷീറ്റ് ഇൻ മൾട്ടിപ്പിൾ HTML പേജ്. നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ എന്താണ് അതിനെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം, മൾട്ടിപ്പിൾ പേജസിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് ടൈം സേവ് ചെയ്യുന്നുണ്ട്. നിർബന്ധമല്ല കേട്ടോ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ CSS സേവ് ടൈംസ് എന്ന് എഴുതിയാൽ മതി. ദെൻ എന്താണ് പേജസ് ലോഡ് ഫാസ്റ്റർ. പെട്ടെന്ന് പേജസ് ലോഡാവും എന്നുള്ളതാണ്. ആസ് പെർ ദി CSS റൂൾ ആദ്യത്തെ എന്താണ് ഒക്കെ പെട്ടെന്ന് അപ്ലൈ ആവുന്നതുകൊണ്ട് എന്താണ് അത് ഫാസ്റ്ററായിട്ട് ഡൗൺലോഡ് ടൈം ഒന്നും വേസ്റ്റ് ആവുന്നൊന്നുമില്ല. ലെസ് കോഡ് മീൻസ് ഫാസ്റ്റർ ഡൗൺലോഡ് ടൈംസ്. അതുകൊണ്ട് പേജ് ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് ഫാസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഈസി മെയിൻ്റനൻസ്. ഈസി മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ എന്താണ്? ടു മേക്ക് എ ഗ്ലോബൽ ചേഞ്ച്. നമുക്ക് എന്താണ് ഒരു ഗ്ലോബൽ ചേഞ്ച് അവിടെ വരുത്തുക വെച്ചാൽ സിമ്പിൾ ചേഞ്ചസ് ദ style and all element in all web pages will be updated automatically. ഈസി മെയിൻ്റനൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അതിനെ അല്ലെങ്കിൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ എന്താണ് ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒരു റിസ്ക് ഉള്ള പണിയൊന്നല്ല CSS അപ്ലൈ ചെയ്യുക എന്നുള്ളത്. സോ എന്താണ് ഈസി മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പറയുന്നത് സുപ്പീരിയർ സ്റ്റൈൽസ് ടു HTML. CSS has a much wider array of attributes than HTML, so you can give a far better look to your HTML page in comparison to HTML attribute. Superior style to HTML എന്ന് വെച്ചാൽ നമ്മുടെ HTML ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മളൊരു HTML ഡോക്യുമെൻറ്റിനെ സ്റ്റൈലിഷ് ആക്കുന്നതിലും എത്രയോ ഭംഗിയായിരിക്കും, എന്താണ് എത്രയോ മോർ സോഫിസ്റ്റിക്കേറ്റ് മോർ ലുക്കിംഗ് ആയിരിക്കും എന്ത് CSS വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, CSSൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് മൾട്ടിപ്പിൾ ഡിവൈസ് കോമ്പാറ്റിബിലിറ്റി. സ്റ്റൈൽ ഷീറ്റ് അലോ കണ്ടൻറ്റ് ടു ബി ഓപ്റ്റിമൈസ്ഡ് ഫോർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഡിവൈസ് ബൈ യൂസിങ്. അതായത് മൾട്ടിപ്പിൾ ഡിവൈസിന് എന്താണ് ഇതിന് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഈ CSSന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പറയുന്നത് ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ്സ്.
Now HTML attributes are being deprecated and it is being recommended to use CSS. So it's a good to start using CSS in all the HTML pages to make them compatible to future browser. ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇപ്പോൾ CSS അറിയപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ CSS അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ വളരെ നല്ലൊരു ലുക്കിംഗ് ഫോർമാറ്റിലോട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട്. മറ്റേതെന്താണ് ഓൺലി സ്ട്രക്ചേർഡ് മെത്തേഡിൽ മാത്രമേ ഉള്ളൂ ചെയ്യാൻ കഴിയുക HTML എന്ന് പറയുന്നത്. ആ ഒരു ഉള്ള പഴയ രൂപത്തിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ എന്താണ് CSS അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് പുതിയ പുതിയ മോഡലുകൾ വരുത്താൻ പറ്റും. അതുകൊണ്ട് ഗ്ലോബൽ വെബ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് CSS അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നു ഓഫ്ലൈൻ ബ്രൗസിങ്. CSS ക്യാൻ സ്റ്റോർ വെബ് ആപ്ലിക്കേഷൻസ് ലോക്കലി വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ ഓഫ്ലൈൻ ക്യാച്ച്. ഓഫ്ലൈൻ ക്യാച്ചസ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. The script offer consists of platform independent and can support the latest browser as well as. അത് നേരത്തെ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഏത് ബ്രൗസറിലും ഇതെന്താണ് CSS അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നിങ്ങൾ ഒരു എന്താണ് വിൻഡോസ് 2000 വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്താണ് മാറ്റിയിട്ട് ആ ഒരു ഡോക്യുമെൻറ്റിന് തന്നെ നിങ്ങൾക്ക് എന്താണ് വിൻഡോസിൻ്റെ XPയിൽ കൊണ്ടുപോയിട്ടിട്ട് വെച്ചാൽ എന്താണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല. കാരണം എന്താണ് എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ പ്ലാറ്റ്ഫോം ഏതറിയോ നമ്മുടെ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പ്ലാറ്റ്ഫോം ആയിട്ട് അറിയപ്പെടുക. ഓക്കെ, ഇത്രയാണ് CSSൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്. ദെൻ CSSൻ്റെ സിൻറ്റാക്സാണ് പറയുന്നത്. സിൻറ്റാക്സ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിലിപ്പോൾ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിൻറ്റാക്സ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്, പ്രാക്ടിക്കലിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എന്താണ് CSSൻ്റെ സിൻറ്റാക്സ് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, CSS കൺസിസ്റ്റ് ഓഫ് 2 ബിൽഡിംഗ് ബ്ലോക്സ്. CSSന് മെയിൻലി എന്താണ് 2 ബിൽഡിംഗ് ബ്ലോക്സ് ആണുള്ളത്. അത് നിങ്ങൾ സിൻറ്റാക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഇതാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. സെലക്ടർ, ദെൻ എന്താണ് ഒരു കേളി ബ്രേസ് ഇട്ടിട്ട് പ്രോപ്പർട്ടി, കോളൻ ഇട്ടിട്ട് വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സിൻറ്റാക്സ് വരാറുള്ളത്. ഇതിൽ 2 ബ്ലോക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ബ്ലോക്കാണ് സെലക്ടർ. സെക്കൻഡത്തെ ബ്ലോക്കിനെ നമ്മൾ എന്ത് പറയുന്നത് ഡിക്ലറേഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിക്ലറേഷൻ. ഓക്കെ, ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ ഡിക്ലറേഷന് തന്നെ 2 പാർട്ട് ഉണ്ട്. ടോട്ടൽ 3 പാർട്ടാണ് വരുന്നത്. ഒന്ന് സെലക്ടർ, ഒന്ന് പ്രോപ്പർട്ടി, ഒന്ന് വാല്യൂ. ഇതിനെ 2 ബ്ലോക്കാക്കി തിരിച്ചതാണ്. ഒന്ന് സെലക്ടർ, ഒന്ന് എന്താണ് ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷനിലാണ് 2 പാർട്ട് വരുന്നത്. ഒന്ന് പ്രോപ്പർട്ടി, ഒന്ന് വാല്യൂ. ഓക്കെ, ഇതാണ് ഒരു CSSൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ എഴുതിയത് മുഴുവൻ വായിക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഒരു CSSൻ്റെ സിൻറ്റാക്സ് ആണ് ഈ റൗണ്ടിൽ ഇട്ടിട്ടുള്ള സെലക്ടർ, ദെൻ കേളി ബ്രേസ്, ദെൻ പ്രോപ്പർട്ടി, പിന്നെ കോളൻ ഇട്ടിട്ട്, കോളനാണ് സെമി കോളൻ അല്ല അവിടെ, കോളൻ ഇട്ടിട്ട് വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സെലക്ടർ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും ദെൻ കേളി ബ്രേസിൻ്റെ ഉള്ളിലുള്ളത് മറ്റൊരു ബ്ലോക്കുമാണ്. ആ കേളി ബ്രേസിൻ്റെ ഉള്ളിലുള്ള 2 സംഭവത്തിനും ചേർത്തിട്ട് പറയുന്നതാണ് ഡിക്ലറേഷൻ. ദെൻ ഡിക്ലറേഷനിലെ 2 പാർട്ടുകളാണ് പ്രോപ്പർട്ടിയും വാല്യൂ. അങ്ങനെ ടോട്ടൽ 3 പാർട്ടുകളായിട്ടാണ് കാണപ്പെടുക. അതാണ് 2 ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മളെന്താണ് ഈ ഡിക്ലറേഷനത്തെ 2 പാർട്ടുകളുണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റത്തെ പാർട്ടാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൊടുത്ത രീതി തെറ്റായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ പറഞ്ഞത് അവർ ഡിക്ലറേഷനത്തെ പാർട്ടുകളാണ് 2 ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേഷനത്തെ പാർട്ടുകളാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഇപ്പം ഞാൻ പറഞ്ഞു തന്ന മാതിരിയാണ് ഇത് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഡിക്ലറേഷനിലുള്ള ഫസ്റ്റ് പാർട്ടാണ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളതിൽ നമ്മുടെ ഒരു ടാഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താണ് ആട്രിബ്യൂട്ട് കൊടുക്കില്ല. ഇപ്പോൾ ഫോണ്ട്, വിഡ്ത്ത്, ബാക്ക്ഗ്രൗണ്ട്, കളറ്, ഇതൊക്കെ എന്താണ് ഒരു ആട്രിബ്യൂട്ടാണ്. ഒരു ടാഗിൻ്റെ ആട്രിബ്യൂട്ടുകളാണ് ഇതൊക്കെ. ആ ആട്രിബ്യൂട്ടുകൾ കൊടുക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലാണ്. ദെൻ എന്താണ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ ആ ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുക്കൂലേ. എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു എന്താ നമ്മൾ കൊടുക്കുക ബ്ലൂ എന്ന് കൊടുക്കും. ഇവിടെ കോളഞ്ഞിട്ടിട്ടാണ് നമ്മൾ ബ്ലൂ എന്ന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന രീതിയാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സെലക്ടർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എ പ്രോപ്പർട്ടി പെയർഡ് വിത്ത് വാല്യൂ ഈസ് കോൾഡ് CSS ഡിക്ലറേഷൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടിയും പിന്നെന്താണ് വാല്യൂവും കൂടെ ചേർന്നിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത് CSS ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. CSS ഡിക്ലറേഷൻസ് ആർ പുട്ട് വിത്ത് CSS ഡിക്ലറേഷൻ ബ്ലോക്ക്. ഡിക്ലറേഷൻ ബ്ലോക്കിൽ കണ്ടോ ഇവിടെ ബ്ലോക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 2 ബ്ലോക്കാണ് ശരിക്കുള്ളത്. ഒന്ന് ഡിക്ലറേഷൻ ബ്ലോക്കും മറ്റൊന്ന് എന്താണ് സെലക്ടർ ബ്ലോക്കും. ദെൻ എന്താണ് CSS ഡിക്ലറേഷൻ ബ്ലോക്സ് ആർ പെയർഡ് വിത്ത് സെലക്ടർ
ടു പ്രൊഡ്യൂസ് CSS റൂൾ സെറ്റ്. നമുക്ക് CSSൻ്റെ റൂൾ സെറ്റാണ് അല്ലെങ്കിൽ സിൻറ്റാക്സ് ആണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ CSSൻ്റെ സിൻറ്റാക്സിൽ നമ്മൾ ഈ സിൻറ്റാക്സിൽ നമ്മൾ 2 പാർട്ടുകൾ പറഞ്ഞതാണ്. ഒന്ന് സെലക്ട് ബ്ലോക്കും മറ്റൊന്ന് ഡിക്ലറേഷൻ ബ്ലോക്കും. ഓക്കെ, ഇനി നമുക്ക് സെലക്ടർ ബ്ലോക്ക് എന്താണെന്നുള്ളതാണ് പറയുന്നത്. സെലക്ടറാണ് നമുക്കവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സെലക്ടർ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തുണ്ടോ, H1 സെലക്ടർ. ബിക്കോസ് നമ്മൾ HTML ഏത് ടാഗിനെയാണോ നമ്മൾ സ്റ്റൈലിഷ് ആക്കുന്നത് ആ ടാഗ് കൊടുക്കുന്ന പ്ലേസ് ആണ് ഇത് സെലക്ടർ. അപ്പോൾ എന്താണ് സെലക്ടർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ടാഗ് അല്ലെങ്കിൽ നമ്മൾ അതിന് എലമെൻ്റ് എന്ന് പറയും. എലമെൻ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ടാഗും ക്ലോസിങ് ടാഗും അതിൻ്റെ ഇടയിലത്തെ കണ്ടൻറ്റും കൂടെ ചേരുമ്പോഴാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു എലമെൻറ്റിനെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടി ഞാൻ അതിനെ ടാഗ് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് H1 എന്ന് പറയുന്ന ടാഗാണ് സെലക്ടറിൽ കിടക്കുന്നത്. ദെൻ എന്താണ് അതിൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ കളർ കൊടുത്തു. കളറിൽ ഒരു കളർ കൊടുത്തു. ഇവിടെ നിങ്ങൾ ഈ മെത്തേഡ് കൊടുക്കാതെ നിങ്ങളുടെ റെഡോ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ദെൻ നോക്കുക, അത് കഴിഞ്ഞിട്ട് എന്താണ് ഓരോ ഡിക്ലറേഷൻ ഒരു സെലക്ടറിന് തന്നെ ഒരുപാട് ഡിക്ലറേഷൻസ് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതിൻ്റെ ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഡിക്ലറേഷനാണ് കൊടുക്കുക. പക്ഷെ എന്താണ് ഒരു സെലക്ടറിന് തന്നെ ഒരുപാട് ഡിക്ലറേഷൻസ് കൊടുക്കാൻ പറ്റും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ടാഗിന് തന്നെ ഒരുപാട് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കും അല്ലേ. ഇപ്പോൾ H1 എന്ന് പറയുന്ന ടാഗിന് തന്നെ ഞാൻ കളർ കൊടുക്കും, ദെൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും, ദെൻ എന്താണ് ഫോണ്ട് കൊടുക്കും, അങ്ങനെ പലതും കൊടുക്കാറുണ്ട്. അതിൻ്റെ വാല്യൂം കൊടുക്കും. അപ്പോൾ എന്താണ് ഇവിടെ ഒരു സെലക്ടർക്ക് തന്നെ എന്താണ് ഒരുപാട് ഡിക്ലറേഷൻസ് വരും. ഓരോ ഡിക്ലറേഷനെയും സെമിക്കോളം വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. ഇതാക്കുന്നു ഇവിടെ നോക്ക്, ഇവിടെ കളർ എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ എന്താണ് ആ കളറിൻ്റെ വാല്യൂ കൊടുത്തതിന് ശേഷം സെമിക്കോളം, ദെൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം എന്താണ് അടുത്തത് ഓരോ ഡിക്ലറേഷൻ കഴിഞ്ഞ് ഇവിടെ സിൻറ്റാക്സ് പ്രകാരം ഇവിടെ സെമിക്കോളം ഇല്ലെങ്കിലും എന്താണ് നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ എന്താണ് ഓരോ ഡിക്ലറേഷൻ കഴിഞ്ഞാലും എന്ത് കൊടുക്കണം, സെമിക്കോളം ഇട്ട് കൊടുക്കണം. ഇവിടെ കളർ എന്താണ് പ്രോപ്പർട്ടിയാണ്, ദെൻ കോളൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്, ദെൻ സെപ്പറേറ്റർ എന്താണ് സെപ്പറേറ്ററാണ് സെമിക്കോളൻ, ദെൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്, ദെൻ വീണ്ടും കോളം കൊടുത്തിട്ട് എന്ത് ചെയ്തു അതിൻ്റെ വാല്യൂ കൊടുത്തു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു CSSൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഈ CSSൻ്റെ സിൻറ്റാക്സ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ CSSനെ നമ്മുടെ HTMLലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, CSSനെ HTMLലോട്ട് അപ്ലൈ ചെയ്യുന്നത് CSS സിൻറ്റാക്സ് പ്രകാരം. അപ്പോൾ CSSൻ്റെ സിൻറ്റാക്സ് പ്രകാരം എന്താണ് അതിന് 2 ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. 2 ബിൽഡിംഗ് ബ്ലോക്സിൽ ഫസ്റ്റത്തെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സെലക്ടർ, രണ്ടാമത്തത് ഡിക്ലറേഷൻ. ഡിക്ലറേഷന് 2 പാർട്ട് ഉണ്ട്, ഒന്ന് പ്രോപ്പർട്ടിയും ഒന്ന് വാല്യൂ. പ്രോപ്പർട്ടിയിൽ കൊടുക്കുക ആ ഒരു സെലക്ടറിൻ്റെ ആട്രിബ്യൂട്ട്. സെലക്ടർ എന്ന് പറയുന്നത് ഇവിടെ ടാഗ് ആയിരിക്കും. ആ സെലക്ടറിൻ്റെ ആട്രിബ്യൂട്ടാണ് കൊടുക്കുക. ദെൻ എന്താണ് കോളൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും വാല്യൂവിൽ അതിൻ്റെ വാല്യൂ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ എന്താണ് വാല്യൂ അതിൻ്റെ റെഡോ ബ്ലൂവോ എന്തെങ്കിലും കളർ കൊടുക്കുക. ദെൻ ഒരു സെലക്ടറിന് തന്നെ ഒരുപാട് ഡിക്ലറേഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഡിക്ലറേഷൻ കഴിഞ്ഞതിന് ശേഷം സെമിക്കോളൻ സെപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് CSSൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്.